കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ, അതായത് റിപ്പോർട്ടർ എന്ന ചാനലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹിന്ദുക്കളുടെ ആചാരങ്ങളെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചർച്ച സന്ധ്യ സമയത്തുണ്ടായിരുന്നു. ഉടുപ്പിടുകയോ ഉടുപ്പിടാതിരിക്കുകയോ അത് എന്തുമായിക്കോട്ടെ, ആചാരങ്ങളുടെ ഭാഗമായിരിക്കാം, അത് ഒരു വലിയ വിഷയമാക്കി എടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ ആ ചർച്ച വലിയ രീതിയിൽ സമൂഹത്തിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതായിട്ട് അപ്പോൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ശബരിമല വിഷയത്തിലും നമ്മൾ കണ്ടതാണ്. ഹിന്ദു വിശ്വാസികളെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് തെരുവിലിറങ്ങിയതും അന്ന് നടന്ന കലാപങ്ങളും ബഹളങ്ങളും സമരങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. പല സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മുൻപന്തിയിൽ നിന്നുകൊണ്ട് വലിയ വിക്ഷോഭം സംഘടിപ്പിച്ചു. അത് സ്ത്രീകളെ ക്ഷേത്രത്തിൽ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് അതിനെതിരെ വിക്ഷോഭം സംഘടിപ്പിച്ചത്, തെരുവിലിറങ്ങിയത്, സ്ത്രീകളടക്കം. ഇവിടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി ക്ഷേത്രം, അതൊരു ക്ഷേത്രം തന്നെയാണ്. അത് കാണേണ്ട ഒരു ക്ഷേത്രമാണ്. ആയിരക്കണക്കിന് ജനങ്ങൾ ദിവസവും അവിടെ വരികയും ആ ദേവാലയത്തിൽ കിടന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരു അവസരം ഒരു ദിവസം കിട്ടി. ഞാനും മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാനുള്ള ശ്രമത്തിൽ അവിടുത്തെ ഒരു ആചാരപ്രകാരം കാലിലെ ചെരുപ്പ് അവിടെ ഊരി വെക്കണം, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ അവിടെ വെക്കണം, ഏൽപ്പിക്കണം. എന്നാൽ മാത്രമേ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പ്രവേശനമുള്ളൂ. അവിടെ ആണെന്നോ പെണ്ണെന്നോ കുട്ടികളെന്നോ അവിടെ ഒരു വ്യത്യാസമില്ല. അവിടെ ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെന്നോ ആർക്കും ആ ക്ഷേത്രത്തിൽ പ്രവേശിക്കാം. അത് ഒരു ചെറിയ ക്ഷേത്രമൊന്നുമല്ല. നമ്മുടെ കേരളത്തിൽ അതുപോലെ ഒരു ക്ഷേത്രമുണ്ടോ എന്ന് അറിയത്തില്ല എന്ന് വേണം പറയാൻ. അത്ര ഭയങ്കര ഒരു കാണേണ്ട ഒരു ക്ഷേത്രമാണ്. അപ്പോൾ ക്രിസ്ത്യാനിയായ എനിക്കും ആ ക്ഷേത്രത്തിനകത്ത് കയറുവാൻ സാധിച്ചു. കാണണം. നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡൊന്നും അവിടെ കാണിക്കേണ്ട, സെക്യൂരിറ്റിയെ കാണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആർക്കും ആ ക്ഷേത്രത്തിൽ കയറാം. അവിടെ ഉടുപ്പോ ഒന്നും ഊരേണ്ട കാര്യം, പാൻറ്റോ ഒന്നും ഊരേണ്ട കാര്യമില്ല. നിങ്ങൾ ഏത് ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ വരുന്നത് ആ ഡ്രസ്സിൽ തന്നെ അമ്പലത്തിനകത്ത് ദർശനം കഴിഞ്ഞ് മടങ്ങാം. അവിടെ ഒന്നും ഒരു വ്യത്യാസമോ എതിരോ ഇല്ല. ചില ക്ഷേത്രങ്ങൾ, ഇപ്പം നമ്മുടെ ഈ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളൊക്കെ തുണി ഊരിയിട്ട് അകത്ത് കയറുന്നത്. പക്ഷെ അവിടെ അതൊന്നുമില്ല. അവിടെ ഒരു വ്യത്യാസമില്ല. അത്ര ഒരു വലിയ ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം. നമ്മൾ ഒന്നുമില്ല, ഇവിടെയുള്ള ചില ഹിന്ദുക്കളോ ഈ നേതാക്കന്മാരൊക്കെ ആ ക്ഷേത്രം പോയി സന്ദർശിക്കണം. അവിടെ ആരൊക്കെ കയറുന്നുണ്ട്, ആരൊക്കെ കയറുന്നില്ല എന്ന് അവിടെ കയറൊന്നും തിരിച്ചിട്ടൊന്നുമില്ല. ആർക്കും അതിനകത്ത് കയറി ഇറങ്ങിപ്പോകാം. നിങ്ങൾ തൊഴുവോ വിശ്വാസമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഒരു നോട്ടോ എതിർപ്പ് ആർക്കും ഇല്ല. ആർക്ക് വേണമെങ്കിലും ഇതിനകത്ത് കയറി ഇറങ്ങിപ്പോവാം. കാര്യം അതിന് 4 വശവും സെക്യൂരിറ്റിയാണ്. പോലീസിൻ്റെ
വലിയ സെക്യൂരിറ്റി ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ തടസ്സങ്ങളില്ലാതെ നമുക്ക് കയറിപ്പോവാം എന്നാണ്. അവിടെ ഈ വസ്ത്രത്തിൻ്റെ കാര്യം പറയും വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നും അവിടെ ഇല്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ഒന്നുമില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളെക്കാട്ടി കുറച്ചുകൂടി വിവരമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക്. അവരതുകൊണ്ടാണ് ഇങ്ങനെ വേർതിരിവുകളൊന്നും ക്ഷേത്രത്തിൽ വരുന്നവർക്ക് വെക്കാത്തതും. അല്ല ഹിന്ദുക്കളാണോ, അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണോ, അല്ലെങ്കിൽ മുസ്ലിമാണോ, അല്ലെങ്കിൽ ദളിതനാണോ, അവിടെ ഒരു നോട്ടവുമില്ല. അവിടെ ആർക്ക് വേണമെങ്കിലും ആ ക്ഷേത്രത്തിൽ കയറാം. അത്ര വലിയൊരു ക്ഷേത്രമാണ് മധുര മീനാക്ഷി ക്ഷേത്രം എന്ന് പറയുന്നത്. വ്യത്യാസങ്ങളില്ല. ഇതൊക്കെ നമ്മൾ കണ്ട് പഠിക്കേണ്ടതാണ്. നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ, ഈ പ്രശ്നങ്ങൾ കുത്തിത്തിരിവുണ്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ, വിശ്വാസികളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അവർ ഈ മീനാക്ഷി ക്ഷേത്രം ഒന്ന് പോയി കാണുക, ദർശനം നടത്തുക. ഒക്കെ നല്ല കാര്യങ്ങളാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ ഈ ഇടുങ്ങിയ ചിന്താഗതിയും കൊണ്ട് ഇന്നും ഇരിക്കുകയാണ്. ക്ഷേത്രത്തിൽ സ്ത്രീകൾ കയറരുത്, വസ്ത്രം ഇട്ടുകൊണ്ട് കയറാൻ പാടില്ല. ഇതൊന്നും അവിടെ പോയി ഇതൊക്കെ കണ്ട് പഠിക്കുക. കുറച്ച് നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഇന്നത്തെ ചാനൽ ചർച്ചയിൽ BJPയുടെ ഒരു നേതാവ്, അതായത് ജി സോമൻ എന്ന് പറയും അദ്ദേഹം അവസാനം കൊണ്ടുവച്ച ഒരു കാര്യമുണ്ട്. അതായത് എത്ര കാലമായിട്ട് യേശുദാസനെ ഗുരുവായൂർ അമ്പലത്തിലൊന്ന് കയറ്റാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ഇടതുപക്ഷ ഗവൺമെൻറ്, ഭരിക്കുന്ന ഗവൺമെൻറ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായ യേശുദാസനെ അമ്പലത്തിൽ കയറ്റാത്തത്? ഒരു BJPക്കാരൻ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ മാറി നിന്നുകൊണ്ട് ഒരു പടക്കത്തിന് വെടിക്കെട്ടിന് തിരി കൊളുത്തുവോ? ഇവർ തന്നെയാണ് പറയുന്നത് ഹിന്ദുക്കൾ മാത്രമേ കയറാവൂ, അല്ലാത്തവർ അതിനകത്ത് കയറാൻ പാടില്ല എന്ന്. അതായത് ഹിന്ദു ക്ഷേത്രങ്ങളിലെ അറ്റിപ്പേർ അവകാശം എടുക്കുന്ന BJPക്കാരൻ നേതാവ് പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ അരിസുര എന്തോ ഒരു പാട്ട്, അയ്യപ്പ പാട്ടുകളെല്ലാം ആര് പാടുന്ന? യേശുദാസ് പാടിയ പാട്ടുകളാണ് ഇന്നും ആ ക്ഷേത്രത്തിൽ വെക്കുന്നത്, കേൾക്കുന്നത്, ഏത് ക്ഷേത്രത്തിലായാലും. അങ്ങനെയുള്ള ഒരു വലിയ വ്യക്തിയായ യേശുദാസിനെ എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുന്നില്ല എന്ന് ഒരു BJP നേതാവ് ചോദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ദേവസ്വം ബോർഡിനും ഗവൺമെൻറ്റിനുമാണ്. ഗവൺമെൻറ് അനുവാദം കൊടുക്കുന്നില്ല ആ മനുഷ്യനെ അതിനകത്ത് കയറ്റാൻ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം ഇവരുടെ പ്ലേറ്റൊക്കെ തിരിഞ്ഞു വരുന്നതാണ്. ഇവരുടെ ഉദ്ദേശങ്ങളൊക്കെ എന്താണെന്ന് ഇപ്പം പുറത്ത് വരുന്നതാണ്. ഇപ്പം ഇത്രയും കാലം യേശുദാസിന് 10-50 വയസ്സിന് മേലെ ആയല്ലേ, ഇന്ന് വരെ ഇവർക്ക് ആർക്കും തോന്നിയില്ല. ഹൈന്ദവ വിശ്വാസികൾക്ക് അല്ലെങ്കിൽ ഈ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ അവകാശം എന്ന് അവരുടെ ക്ഷേത്രമെന്ന് അവകാശം പറയുന്ന ഇവർക്ക് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് യേശുദാസനെ ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റിയില്ല? ഈ 80 വർഷമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷമാണ് ഇവിടെ ഭരിച്ചത്. അവരാണോ അമ്പലത്തിൻ്റെ മേൽനോട്ടമെല്ലാം വഹിച്ചത്? ഇപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ട് വരുന്നത് എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ യേശുദാസനെ കയറ്റാത്തത്? ഇത്ര മനോഹരമായ പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ പാടി അദ്ദേഹത്തെ അമ്പലത്തിൽ കയറ്റാത്ത എന്തുകൊണ്ട്? ജനങ്ങൾ ചോദിക്കണം. കടുവായെ കിടുവ പിടിച്ച മാതിരിയായിപ്പോൾ ഇതെല്ലാം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് തലയിലേക്ക് വെച്ചു കൊടുക്കുക. എന്തിനാണെന്നറിയാമോ? നാളെ തന്നെ ഉരുപ്പെട്ടാൽ ഇവർക്കിവിടെ പ്രക്ഷോഭം നടത്തണമല്ലോ. ഹൈന്ദവനല്ലാത്ത ഒരാളെ അമ്പലത്തിൽ കയറ്റിയെന്നും പറഞ്ഞുകൊണ്ട് കേരളം ഒട്ടാകെ ഇളക്കി മറിക്കാമല്ലോ അവർക്ക്. അപ്പോൾ ഇവരുടെ ഈ തന്ത്രങ്ങൾ ഇതൊന്നും മനുഷ്യൻ വില കൽപ്പിക്കത്തില്ല. നിങ്ങളുടെ നിലപാടുകൾ അതാണ്. അന്ന് ഇടതുപക്ഷ ഗവൺമെൻറ് പിണറായി വിജയൻ പറഞ്ഞ് സ്ത്രീകളെ അമ്പലത്തിൽ ശബരിമല കയറ്റണം, കോടതി പോലും പറഞ്ഞു. എന്നിട്ട് നിങ്ങളെന്താ ഇവിടെ ചെയ്തത്? വലിയ സമരമല്ലായിരുന്നു, പ്രക്ഷോഭമല്ലായിരുന്നു തെരുവിൽ സംഘടിപ്പിച്ചത്.
എന്ത് സംഭവിച്ചു? അതുകൊണ്ട് അത് നിർത്തി എന്ന് പറഞ്ഞോളൂ. ഇപ്പം പുതിയ രീതി വന്നിരിക്കുക. യേശുദാസനെ എന്തുകൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ കയറ്റുന്നില്ല എന്ന് BJPയുടെ നേതാവ് ചോദിക്കുക. അതും ഇടതുപക്ഷത്തിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിരിക്കുക. ഇപ്പം അത് സമ്മതിക്കാത്ത ഇവിടുത്തെ ദേവസ്വം ബോർഡും ഗവൺമെൻറ്റുമാണ് എന്ന് 80 വർഷമായിട്ട് ഇവിടെ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്ഷേത്രപ്രവേശനം കൊടുക്കാത്തതെന്നാണ് ഇപ്പോൾ BJP നേതാവ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് നയം കൊണ്ടാണ് ഇപ്പോൾ ഇവർ നടക്കുന്നത്. ഇപ്പം ക്രിസ്ത്യാനിയോടൊരു സ്നേഹമൊക്കെ കാണിക്കും, യേശുദാസിനോടൊരു സ്നേഹമൊക്കെ കാണിക്കുന്നത് എന്തിനാ? നിങ്ങൾക്കാകാമല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊണ്ടുവന്ന് അമ്പലത്തിൽ കയറ്റാമല്ലോ. BJPക്കാരെല്ലാം കൂടെ ചെന്ന് യേശുദാസിനെ സ്വീകരിച്ച് കൊണ്ട് കയറ്റാമല്ലോ. അതിന് ഗവൺമെൻറ്റിനെ എന്തിനാ കുറ്റം പറയുന്നത്? അല്ലെ ദേവസ്വം ബോർഡിനെ എന്തിനാ കുറ്റം പറയുന്നത്? നിങ്ങളല്ലേ അമ്പലത്തിൻ്റെ എല്ലാം ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് അല്ലേ? അപ്പം നിങ്ങൾ തന്നെ അതൊക്കെ ചെയ്യുക. ഗവൺമെൻറ്റിനെ വഴി പറയണ്ട. ഗവൺമെൻറ്റിനകത്ത് ഒരു കാര്യം അയാൾ 100 പ്രാവശ്യം കയറ്റാനേ ഗവൺമെൻറ് പറയത്തുള്ളൂ. അതാ ഗവൺമെൻറ്. അപ്പം നിങ്ങൾ തന്നെ അതിന് വേണ്ടി BJPയുടെ നേതാക്കന്മാരെല്ലാം വിശ്വാസികളൊക്കെ ഇറങ്ങി തിരിച്ച് അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ നല്ല സ്വീകരണം കൊടുത്ത് ആനയിച്ച് ആ അമ്പലത്തിൽ കയറ്റി അദ്ദേഹത്തെ ഒന്ന് തൊഴിക്കുക. അതല്ലേ നല്ലത്. ഇത് ഇടതുപക്ഷ ഗവൺമെൻറ് തലയിലോട്ട് കെട്ടിവെക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇപ്പം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യും. അതാ നിങ്ങളുടെ കയ്യിലാണ് ഇപ്പോൾ അത് ഇരിക്കുന്നത്. നിങ്ങളുടെ ക്ഷേത്രങ്ങളാണെന്ന് യേശുദാസിനെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോകണം. എതിരേറ്റ് അദ്ദേഹത്തെ അമ്പലത്തിൽ നിന്ന് കയറ്റി. ഇവിടെ ആരും എതിർക്കത്തില്ല, വിശ്വാസികൾ ആരും എതിർക്കത്തില്ല. അത് നിങ്ങളൊന്ന് ചെയ്യും. അതല്ലേ നല്ലത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം തിരിഞ്ഞു വന്നിരിക്കുക. ഇതാണ് നമ്മുടെ നടക്കുന്ന കാര്യം. അപ്പോൾ യേശുദാസിനെ നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ അദ്ദേഹത്തെ നിങ്ങൾ തന്നെ അമ്പലത്തിൽ നിന്ന് വിളിച്ച് കയറ്റാൻ നിങ്ങൾ നോക്കുക. വളരെ സന്തോഷമായിരിക്കും. ഗവൺമെൻറ്റിനെ പേടിയാരാതെ നിങ്ങൾ തന്നെ അതൊന്ന് ചെയ്യുക. അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.